നമ്മൾ മലയമാരത്തെക്കുറിച്ച് പറയുമ്പം അത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം സൂര്യരശ്മികളൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു സമയത്ത് സൂചിപ്പിക്കുന്ന ഭാവമാണെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രസിദ്ധ സംഗീത സംവിധായകനായിരുന്ന ദേവരാജൻ മാഷിൻ്റെ ഉഷാകിരണങ്ങൾ എന്ന പാട്ടെടുത്ത് നോക്കിയാൽ ആ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു. തുഷാരബിന്ദുവിൻ്റെ വദനം ചുവക്കണമെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ രശ്മി അതിൽ പതിക്കണം. അപ്പോൾ ആ സമയത്തുള്ള രാഗമായിട്ട് അല്ലെങ്കിൽ ആ പാട്ടിനനുസരിച്ച് രാഗമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് മലയമാരുതമാണ്. അത്ര ഔചിത്യത്തോടെയാണ് അദ്ദേഹം ആ രാഗം തിരഞ്ഞെടുത്തത്. അപ്പം മലയമാരുതം എന്ന് പറയുന്ന രാഗം തീർച്ചയായിട്ടും സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ആ സമയത്ത് പാടേണ്ട രാഗമായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്.